ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മാങ്ങ ഉപ്പിലിടുന്ന വീഡിയോ ആയിട്ടോ വന്നത്. നമുക്ക് നല്ല കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച മാങ്ങയും അതേപോലെ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച ബോട്ടിലുമാണ്. പച്ചമുളകും നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്, വെള്ളമൊന്നുമില്ലാണ്ട് കഴുകി ഉണക്കി വെച്ചതാണ്. ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ നമ്മളത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിഞ്ഞ് രണ്ട് കഷ്ണമാക്കി, മാങ്ങ കഷ്ണങ്ങൾ രണ്ട് കഷ്ണമാക്കി അരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നലെ ഇക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് മാങ്ങ കൊടുന്നതാണ്, കിളിച്ചുണ്ടൻ മാങ്ങ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി അതിലത്തെ വെള്ളമൊക്കെ തുടച്ചെടുത്ത് വെച്ചതാണ്. ശരിക്കും നമ്മൾ പൊട്ടണ ഭരണിയിൽ വേണം മാങ്ങ ഉപ്പിലിടാൻ. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ ഉപ്പിലിട്ട് വെക്കണത്. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണേ. പച്ചമുളകിന് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൂപ്പൽ കയറിപ്പോവും. അപ്പോൾ ഒന്നിലും വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളത്തിലാണ് ഉപ്പിലിടുന്നത്. അപ്പോൾ ഒരു പാത്രം നമ്മൾ വെള്ളം കുറച്ച് നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ച് അത് നന്നായിട്ട് തണുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ആ മാങ്ങ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാ മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിനി അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ഉപ്പിലിടുന്ന പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, പിറ്റേ ദിവസം നമ്മളൊന്ന് അത് തുറന്നിട്ട് നോക്കി വെക്കുക. ഉപ്പ് കുറവുണ്ടോ, ഉപ്പൊക്കെ അപ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ അലിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി വെക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അടച്ചെടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.